ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ ലൈഫ് ഓഫ് മലയാളി. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു BR കൊണ്ടാണ് വന്നിരിക്കുന്നത്. BR റാങ്ക്ഡ് ആണ്, അല്ലാതെ സാധാ BR അല്ല കേട്ടോ. അതായത് ബാറ്റർ റോയൽ അല്ല. ഞാനൊരു വൺ ടാപ്പ് അത് കളിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ക്രാഫ്റ്റ് ലാൻഡ്. ബട്ട് അത് എന്തോ സാഹചര്യത്താൽ ആ വീഡിയോ ഒക്കെ പോയി. ഞാൻ കുറേ ജയിക്കണ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, അതെന്തോ പോയി എനിക്കറിയില്ല. കിട്ടുമാറില്ല, കിട്ടുകയാണെങ്കിൽ ഞാൻ എടുത്തിടുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ നേരെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് റൂഫ് ടോപ്പിൽ. നേരെ മെഡും കാര്യങ്ങളൊക്കെ എടുത്ത്, അതായത് മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ഗണ്ണും എടുത്തിട്ടുണ്ട്. പാരഫലാണ് കിട്ടിയിരിക്കുന്നത്. നേരെ ഞാൻ താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു എനിമിനെ കണ്ടു. ഞാൻ ആ എനിമിനെ കിൽ ചെയ്ത്, ആ ഒരു എനിമിൻ്റെ മെഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എടുത്തു. നേരെ ഒരു എനിമിനെ കണ്ടു, അതിനെ ഒരു 48-28 എന്തോ ഒരു ഇത് ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും അത് ഓടിപ്പോയി. അപ്പം ആ ഒരു എനിമിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുമ്പോഴത്തേക്കും ഇവിടെ നിന്നതാണ്, ഇവിടെ എവിടെയും ഉണ്ടാവും വിചാരിച്ച് നിന്നതാണ്. ആ എനിമിനെ കാണാനില്ല, എനിക്കറിയത്തില്ല എവിടെ പോയെന്നുള്ളത്. ഞാൻ ഈ ഒരു വീട്ടിനുള്ളിലേക്ക് കയറാൻ വേണ്ടി പോയപ്പോഴത്തേക്കും എനിക്കൊരു ഡാമേജ് കിട്ടി. ഞാൻ എന്തിനാണ് ഈ സാധനം യൂസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ എന്തിനോ അന്നേരം യൂസ് ചെയ്ത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ നേരെ ഇറങ്ങിയപ്പോഴത്തേക്കാണ് മുകളിൽ എനിമിനെ കണ്ട് 28-36 ഡാമേജ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നേരത്തെ പോയ എനിമിയാണ് ഇതെന്ന് തോന്നുന്നു, അറിയില്ല. ഞാൻ നേരെ റൂഫ് ടോപ്പിൽ കയറിയിട്ട് ഈ ഒരു ഗണ്ണ് വെച്ചിട്ട് ഞാൻ എനിമിനെ കില്ല് ചെയ്യാണ്. ഞാൻ കില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് നേരെ എനിമീൻ്റെയിലുള്ള മെഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഗണ്ണൊക്കെ ചേഞ്ച് ചെയ്യാൻ തന്നിട്ടില്ല, ഗണ്ണൊക്കെ തന്നെയാണ്. ഞാൻ നേരെ മെഡടിക്കുകയാണ്. ചെറുതായിട്ട് സൗണ്ട് പ്രോബ്ലം ഉണ്ടാവും, എനിക്ക് ചുമയും കാര്യങ്ങളൊക്കെ ആയതിനെ കൊണ്ടാണ്. ഞാൻ മെഡൊക്കെ അടിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. എവിടെയെങ്കിലും എനിമി ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡ്രോണ്, എന്താ പറയുക എനിക്കറിയില്ല, ഞാൻ ഡ്രോൺ എന്നാണ് പറയല്, ഈ സാധനം ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. അത് എടുത്തിട്ടാൽ എനിമി എവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാവും, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നേരെ ഓടിച്ചെല്ലുന്നുണ്ട്. നമ്മളിൽ ഇപ്പോൾ ആകെയുള്ള ഗണ്ണ് പാരഫലും ഞാൻ ഈ ഒരു ഗണ്ണിനെ വിളിക്കൽ പടക്ക ഗണ്ണ് എന്നാണ്, അല്ലെങ്കിൽ ഫയർ ഗണ്ണ് എന്നാണ്. പിന്നെ ഉള്ളത് M80-87 എന്താ M80 അങ്ങനെ എന്തോ ആണ്, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ മൂന്നുമാണ് ഞാൻ എൻ്റെ കയ്യിലുള്ളത്. പിന്നെ മെഡ്, അതായത് മെഡിക്കറ്റ് 4 മെഡിക്കറ്റ് എന്തോ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് പ്രോബ്ലം വരുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് സ്റ്റോറേജ് ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ചാർജ് തീരാനായിട്ടോ. ഈ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എനിക്ക് വരല്. ഞാൻ നേരെ ഈ ഒരു വണ്ടി എടുത്തിട്ട് വണ്ടിയിൽ കയറിയിട്ട് അങ്ങ് പോവാണ്. സൗണ്ട് കേൾക്കുന്നില്ലെങ്കിൽ ക്ഷമിക്കണം, അടുത്ത പ്രാവശ്യം സൗണ്ട് റെഡിയാക്കാം. ഓക്കെ. ഞാൻ നേരെ എടുത്ത് പോകുന്നുണ്ട് വണ്ടി എടുത്തിട്ട്. ചെറുതായിട്ട് ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായതിനെ കൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ. ഓക്കെ, എന്നാലും ഞാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ സൗണ്ട് എടുക്കാൻ നോക്കാം. ഓക്കെ. ദെൻ ഇങ്ങനെ പോയിട്ട് നേരെ വീണ്ടും താഴോട്ട് തന്നെ ആയിരിക്കും ഞാൻ പോവുക, ഉറപ്പാണ്. ചിലപ്പോൾ ഞാൻ താഴോട്ട് തന്നെ ആയിരിക്കും പോവുക. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചിലപ്പോൾ താഴോട്ടായിരിക്കും പോകാമെന്ന്. അപ്പോൾ അത് നേരെ താഴോട്ട് ഇറങ്ങുകയാണ്. ഈ ഇറങ്ങുമ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത്, ഗൈസ്, നമ്മൾ ഷോർട്സിൽ 57 വ്യൂസ് കിട്ടിയിരിക്കുന്നത്. അത് എനിക്കൊരു നല്ലൊരു ഹാപ്പിനെസ്സാണ്. ഞാൻ നേരത്തെ വോയിസ് ഓവർ ചെയ്തതിൽ ഇങ്ങനെയല്ല ഹാപ്പിനെസ് ഉണ്ടായ, നല്ല രീതിയിലായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ എന്തോ ഒരു ആ ഹാപ്പിനെസ് പോയല്ലോ, അത് ആ ഒരു എഫക്റ്റ് പോയല്ലോ.
അതാണ് ഇട്ടിട്ട് ഒരു മണിക്കൂർ പോലും ആയിട്ടില്ല. അന്നേരമാണ് നല്ലൊരു 57 വ്യൂസോളം കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു സബ്സ്ക്രൈബറേ ഉള്ളൂ. നിങ്ങൾ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ എനിമീനെ കില്ല് ചെയ്യുമ്പോഴത്തേക്കും ബാക്കിലുള്ള എനിമി ഇതിനെ കില്ല് ചെയ്തു, എന്നെയും കില്ല് ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ ഞാൻ 2 കില്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ ഗായ്സ്.